ഈ രൂപത്തിലുള്ള ചർച്ചയിൽ സംസാരിക്കാൻ പറ്റില്ല. ശ്രീ അനിൽകുമാർ, താങ്കൾക്ക് ഈ ചർച്ചയിൽ ഈ രൂപത്തിൽ സംസാരിക്കാൻ പറ്റില്ല. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താങ്കൾക്ക് നേരിട്ട് പറയാം. ഈ ചർച്ചയിൽ ഈ അസത്യവാചകൾ പ്രയോഗിക്കാൻ പറ്റില്ല. ഇല്ല, ഒരടിക്ക് കോളുണ്ടെന്നല്ലേ കേളപ്പെട്ട അശരീരി കേട്ടത്. ഒരു മിനിറ്റ്, ഈ ചർച്ചയിൽ നിന്ന് അനിൽകുമാറിന്റെ ശബ്ദം മ്യൂട്ട് ചെയ്യണം. ഇല്ല, ഈ ചർച്ചയിൽ ഇങ്ങനെ ബാക്കിയുള്ളവരെ പറ്റി അധിക്ഷേപം പറയാനുള്ള ചർച്ചയില്ല. ഇത് മ്യൂട്ട് ചെയ്തേക്കാം. ശ്രീ അനിൽകുമാർ, ഇത്തരം വാചകങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? അനിൽകുമാർ, ഹരിഹരന്റെ വീടിന് നേർക്ക് ബോംബേർ ഉണ്ടായിരിക്കുന്നു, അതിന് പിന്നിൽ CPM എന്ന് അദ്ദേഹം സംശയിക്കുന്നു. ഇന്ന് പി മോഹന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ വാചകങ്ങൾ അതൊരു ഭീഷണിയായിട്ട് അദ്ദേഹം കണക്കാക്കുകയും ചെയ്യുന്നു. എങ്ങനെ പ്രതികരിക്കുന്നു? ഞാൻ ഈ ചർച്ച പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കേരളത്തിലെ ഒരു മനുഷ്യനും അംഗീകരിക്കാൻ കഴിയാത്ത അധമ വർത്തമാനം ഇന്നലെ പറഞ്ഞ ഏറ്റവും വൃത്തികെട്ടൊരു മനുഷ്യന്റെ ശബ്ദം എൻ്റെ ചെവി കേൾപ്പിച്ചതിന് ഞാൻ ആദ്യമായി പ്രതിഷേധം രേഖപ്പെടുത്തുന്നു. ഒരു മാറ്റവും ഇല്ലല്ലോ. അത്തരമൊരാൾ പങ്കെടുക്കുന്ന ഒരു ചർച്ചയിൽ കേട്ടിരിക്കാൻ ഒരു ബാധ്യത എനിക്കില്ല. ആ മനുഷ്യൻ പറഞ്ഞ ഒരു സിനിമാ നടിയുടെ പേരുണ്ടല്ലോ, ആ പേരിൻ്റെ സ്ഥാനത്ത് മറ്റേത് വനിതയെ ആലോചിക്കാമല്ലോ. എന്നിട്ട് അങ്ങനൊരു മാധ്യമ പ്രവർത്തകയാണല്ലോ സ്മൃതി പരുത്തിക്കാടും. അത്ര നീചമായ മനസ്സുള്ള ഒരു മനുഷ്യനോട് നിങ്ങൾ എത്ര സൗഹാർദ്ദപാത്രമായിട്ടാണ് സംസാരിക്കുന്നത്? കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. അയാളെ ഈ ചർച്ചയ്ക്ക് പങ്കെടുപ്പിച്ചിട്ട് നിങ്ങൾ കേൾപ്പിക്കുന്നത്? അദ്ദേഹം ഇന്നലെ പറഞ്ഞ കാര്യം എന്താണ്? ആ കാര്യങ്ങൾ കേട്ടിട്ട് പൊട്ടിച്ചിരിച്ച ആളുകൾ ഇപ്പോൾ ചർച്ചയിൽ വന്നിട്ട് പറയുകയാണ് ഭീഷണി. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഇതിൻ്റെ അകത്ത് മഞ്ജുവാരുടെ പേരിന് പകരം നിങ്ങൾ മാധ്യമ പ്രവർത്തകരുടെ ആരുടെ പേരും ആകാം. ഞാൻ ചോദിച്ചത് ബോംബേറിനെ കുറിച്ചാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. മനുഷ്യനോട് ആ പ്രസംഗത്തോടൊന്നും നമ്മൾ ആരും യോജിച്ചിട്ടില്ല. ബോംബേറിനെ കുറിച്ചാണ് ചോദ്യം. കേൾക്കൂ, ഇവൻ നമ്മൾ നാളെ എടുത്തോണേട്ടാ, ഇവനെ കൊന്നാലാ. നിങ്ങൾ പറയുന്നത് കേൾക്കൂ. നിങ്ങൾ ചോദിച്ചില്ല അയാളോട്, നിങ്ങളത് ചോദിച്ചില്ല അയാളോട്. ഞങ്ങളത് ചോദിക്കുകയും അതിൽ പ്രതികരണവും കഴിഞ്ഞതാണ്. കഴിഞ്ഞ ബുള്ളറ്റിൻ അയാളോട് ചോദിച്ചോ നിങ്ങൾ? പിന്നെ എന്നെ ചോദിച്ചു, ആ പ്രതികരണം നിങ്ങൾ പിടിച്ചോ എന്നാ ഞാൻ പറയാമല്ലോ. ഇതേ വടകര തന്നെയാണ് ബിനു എന്ന് പറഞ്ഞൊരു പയ്യനെ കൊന്നത്. ബിനുവിനെ കൊന്നതിന് കാരണം എന്താണ്? ബലാത്സംഗം ചെയ്തു. ആരെ ബലാത്സംഗം ചെയ്തു? തെരുവമ്പറമ്പിൽ വനിതയെ ബലാത്സംഗം ചെയ്തു. ഒരു തെരഞ്ഞെടുപ്പ് കൂടെ ഇങ്ങോട്ട് ഓടിച്ചു. അത് കഴിഞ്ഞ് എന്ത് ചെയ്തു? അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് നേരെ വ്യാജമുണ്ടാക്കിയിട്ട് അവര് ഈ മരിച്ചുപോയ ബിനുവിന്റെ അമ്മയുണ്ടല്ലോ, ഭ്രാന്ത് എടുത്ത് നടന്നു. എല്ലാ ചെറുപ്പക്കാരെ കെട്ടിപ്പിടിച്ചിട്ട് എന്റെ മോൻ ബിനുവാണോ എന്ന് ചോദിച്ചു. ഇത് കണ്ടപ്പോഴാണ് ആ സ്ത്രീ, തിരുവനന്തപുരത്തിലെ വനിത മാനഭംഗം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ ആക്ഷേപത്തിന് വിധേയമായ അവർ ആ ഇരയായിട്ടുള്ള വനിത സത്യം പുറത്തു പറയുന്നത്, എന്നെ ബിനു മാനഭംഗം ചെയ്തിട്ടില്ല, ഇവർ പൈസ തന്നിട്ട് ഞാൻ പറഞ്ഞതാണ്. ഈ കേരളത്തിൽ നിങ്ങൾ കേട്ടാ? നിങ്ങൾക്ക് ആർക്കും തോന്നാത്ത എന്താണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി? ഇനി RMB ഇവിടെ കാണിക്കുന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറയണോ? RMBയിലെ പഴയ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യം ഞാൻ അങ്ങോട്ട് പറയണോ? എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഇത്തരം നാടകങ്ങൾ ഇഷ്ടംപോലെ നാടിക്കൊണ്ടിരിക്കുന്ന ഒരു നാട്ടിനകത്ത് എന്തോ ഒരു കാര്യം ഉണ്ടായെന്ന് കേട്ട ഉടനെ ക്ഷോഭജനകമായി ഒരു അന്തസ്സുള്ളൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ പാകിസ്ഥാന്റെ ആളാ നുഴഞ്ഞു കയറാതെ കാറുകളല്ല. അതിലെ അതിഥികളെ വിളിച്ചിരുത്തിയിട്ട് അവർ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരാണ്, ഞങ്ങളെ ഒന്നും മാനിക്കാതെ നിങ്ങൾക്ക് തോന്നിവാസം പോകാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ ചർച്ച നിർത്തായിരുന്നല്ലോ. ഇതേ ചർച്ച ഇവിടെ അവസാനിപ്പിച്ചു, ഞങ്ങൾ ഞങ്ങളുടെ പണിക്ക് പോകല്ലോ. നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണ്. ഞാനിരിക്കുന്ന ഒരു ചർച്ചയിൽ താങ്കൾ വാർത്തയുടെ പ്രാധാന്യത്തെ കുറിച്ചുള്ള ക്ലാസ് എടുക്കേണ്ടതില്ല. ഇക്കാര്യത്തിൽ CPMന്റെ പ്രതികരണമാണ് ശ്രീ അനിൽകുമാറിന്റെ പ്രതികരണമെങ്കിൽ ഞാൻ അത് അങ്ങനെ കണക്കാക്കാം. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. CPMന്റെ പ്രതികരണമാണ്. ഇവിടെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ, വ്യത്യസ്ത രാഷ്ട്രീയ നിലപാടുകൾ, വിമർശിക്കേണ്ട കാര്യങ്ങൾ വിമർശിക്കാം, പറയേണ്ട കാര്യങ്ങൾ പറയാം. ശ്രീ അനിൽകുമാറിന് തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല, നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. എതിർ പാർട്ടിയിലെ ഒരു നേതാവിന്റെ വീടിന് നേർക്ക് ബോംബേർ ഉണ്ടാകുമ്പോൾ അതിൽ CPMനെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു.
അതും ഇല്ലാതായി. അതിനുള്ള മറുപടി ആ താങ്കൾക്ക് നൽകാമെന്നേ. സബ്ജക്റ്റ് എനിക്ക് ബാധ്യതയില്ല. താങ്കൾക്ക് മറുപടി നൽകാമെന്നേ. മറുപടി നൽകുന്നില്ലെങ്കിൽ പറയുന്നില്ല എന്ന് പറഞ്ഞാൽ ഇല്ലില്ല, മതിയല്ലോ. എനിക്കെതിരെ ഈ വിഷയം ഇപ്പോൾ നിങ്ങളുടെ എടുക്കേണ്ട എന്ന് നിങ്ങൾ- താങ്കൾക്ക് പറയാൻ അല്ലല്ല, യാതൊരു സ്മൃതി റൈറ്റും ഇല്ല. പരുത്തിക്കാരനോട് എന്റെ ചോദ്യം. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. സ്മൃതി പരുത്തിക്കാരനോട് എന്റെ ചോദ്യം. സ്മൃതി പരുത്തിക്കാരനോട് എന്റെ ചോദ്യം. പി മോഹനൻ മാസ്റ്റർ RMB ആയിട്ട് എന്താ തർക്കം? നിങ്ങളുടെ ലീഡിംഗ് ക്വസ്റ്റ്യൻ ആണല്ലോ. ഇവനെന്ത് വിവരക്കേടാ ചോദിക്കണേ? സ്മൃതി ആരുടെ ദാസ്യവേലയാ ചെയ്യുന്നത്? അല്പം നാണം വേട്ടോ കേട്ടോ. CH കണാരനെ നിങ്ങൾ പരിചയപ്പെടുത്തി എങ്ങനെയാ? നിങ്ങൾക്കൊരു നാണം വേണ്ടേ? കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. നിങ്ങൾ നാണമുള്ളൊരു സ്ത്രീയാണോ നിങ്ങൾ? നല്ല പ്രയോഗം. താങ്കൾ സംസാരിക്കൂ. KS ഹരിഹരനെ വിമർശിച്ചുകൊണ്ട് താങ്കൾ എന്നെ പറയുന്നത് താങ്കൾ വിശദീകരിക്കും. എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താൻ ആരും KS ഹരിഹരൻ അവിടെ നിൽക്ക്. നിങ്ങൾ എന്നിട്ട് നിങ്ങൾ ആ സ്ത്രീ ലംബടനായ മനുഷ്യനോട് നിങ്ങൾ ചോദിച്ച ചോദ്യം ഒരു മിനിറ്റ്. ഈ രൂപത്തിലുള്ള ചർച്ചയിൽ സംസാരിക്കാൻ പറ്റില്ല. ശ്രീ അനിൽകുമാർ താങ്കൾക്ക് ഈ ചർച്ച ഈ രൂപത്തിൽ സംസാരിക്കാൻ പറ്റില്ല. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ താങ്കൾക്ക് നേരിട്ട് പറയാം. ഈ ചർച്ചയിൽ ഈ അസത്യവാചകൾ പ്രയോഗിക്കാൻ പറ്റില്ല. ഇല്ല. അതൊക്കെ താങ്കൾ എവിടെയെങ്കിലും തെളിയിച്ചോളൂ. ഇവിടെ പറയാൻ പറ്റില്ല. ഇവിടെ പറയാൻ പറ്റില്ല. ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. ഇവിടെ പറയാൻ പറ്റില്ല. ഈ രൂപത്തിൽ സംസാരിക്കാൻ പറ്റില്ല. താങ്കളുടെ നിലപാട് താങ്കളുടെ പാർട്ടിയുടെ നിലപാടാണെങ്കിൽ അങ്ങനെ വിശദീകരിക്കും. പി മോഹന്റെ പേരെന്തിനാ പറഞ്ഞത്? പി മോഹൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചത്. പി മോഹൻ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യത്തെക്കുറിച്ചാണ് ചോദിച്ചത്. എന്റെ ചോദ്യം അതല്ല. എന്റെ ചോദ്യം നിങ്ങളോടുള്ള ചോദ്യമാണ്. അതെ, എനിക്ക് തോന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? ബഹുമാനപ്പെട്ട സ്മൃതിയോട് പി മോഹൻ എന്തിനാണ് ജയിലിൽ കിടന്നത്? ഞാൻ പങ്കെടുക്കുന്ന ചർച്ചയിൽ പി മോഹൻ എന്തിനാണ് ജയിലിൽ കിടന്നത്? ജയിലിൽ കിടക്കുന്നതിന് എന്തിനായിരുന്നു? അദ്ദേഹത്തെ വെറുതെ വിട്ടു. നിങ്ങളുടെ സൗജന്യത്തിൽ എന്തിനായിരുന്നു ജയിലിൽ കിടന്നത്? വെറുതെ വിട്ടു. എന്തിനായിരുന്നു ജയിലിൽ കിടന്നത്? താങ്കൾ പറയൂ. സ്വാതന്ത്ര്യ സമരത്തിലാണോ? സ്മൃതിയുടെ പാട്ടപ്പറമ്പിലാണോ പി മോഹൻ കിടക്കുന്നത്? കോടതി വെറുതെ വിട്ടു. അന്തസ്സായ കോടതി വെറുതെ വിട്ടു. CPM സെക്രട്ടറിയാ. നിങ്ങളുടെ സൗജന്യം ഒന്നും വേണ്ട. അതുകൊണ്ട് പി മോഹനും RMB ആയിട്ട് തർക്കമുണ്ടോ? 2 ലീഡിംഗ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അതിനൊന്നും ഇല്ലേ? സ്മൃതി പരുത്തിക്കാട് 2 ലീഡിംഗ് RMPയുമായിട്ട് ശത്രുതയില്ലേ? സാധനം വേണം. ശത്രുതയില്ലേ? കേരളം കണ്ട ഏറ്റവും വൃത്തികെട്ട ശത്രുതയില്ലേ? കേരളത്തിൽ കണ്ട അതാണ് പറഞ്ഞത്. കേരളം കണ്ട ഏറ്റവും വലിയ സ്ത്രീലമ്പടനായ ഒരു മനുഷ്യനോട്. ഒരു മിനിറ്റ്. ഈ ചർച്ചയിൽ നിന്ന് അനിൽകുമാറിനെ ശബ്ദം മ്യൂട്ട് ചെയ്യണം. ഇല്ല, ഈ ചർച്ചയിൽ ഇങ്ങനെ ബാക്കിയുള്ളവരെ പറ്റി അധിക്ഷേപം പറയാനുള്ള ചർച്ചയില്ല. ഇത് മ്യൂട്ട് ചെയ്തേക്കാം. ശ്രീ അനിൽകുമാർ, ഇത്തരം വാചകങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.